ഹായ് ഫ്രണ്ട്സ്, അനിയൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. ഡെറ്റോൾ വെച്ചിട്ടാണ്. ഡെറ്റോൾ മാത്രമല്ല കേട്ടോ, മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം മഞ്ഞൾപ്പൊടി എടുത്താൽ മതി. ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾ പൊടിച്ചെടുത്തതാണ് വീട്ടിൽ തന്നെ. അപ്പോൾ നല്ല മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും മാത്രം എടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് സാധാരണ വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളമാണ് ഒഴിച്ചത്. തിളച്ച വെള്ളമൊന്നും വേണമെന്നില്ല കേട്ടോ, ചൂടില്ലാത്ത വെള്ളം മാത്രം മതി. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല രീതിയിൽ ഈ വെള്ളവുമായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ്, തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ടോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഡെറ്റോളാണ് കേട്ടോ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഡെറ്റോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. അപ്പോൾ ഇതേ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതിനെ മിക്സാക്കി എടുക്കണം. അപ്പോൾ മിക്സാക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ മഞ്ഞൾപ്പൊടിയിൽ ഇച്ചിരി തരിയുള്ള ടൈപ്പ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, അതാണ് സെൻറ്ററിൽ അങ്ങനെ കിടന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, എവിടെയാണോ നിങ്ങളുടെ വീട്ടിൽ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗത്തിലേക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പല്ലിയുടെ ശല്യം പൂർണ്ണമായിട്ടും മാറും കേട്ടോ. ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മുടെ കിച്ചണിലോ ഡൈനിങ് ടേബിളിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് തളിച്ചൊന്ന് തുടച്ച് വിടുവാണെങ്കിൽ പല്ലിയുടെ ശല്യം ഉണ്ടാവത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. സെക്കൻഡ് ടിപ്പിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ടിപ്പിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരി എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ കടയിൽ അരിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും അരി എടുത്താൽ മതി. പച്ചരി ആയാലും കുഴപ്പമില്ല, ചക്കരി ആയാലും കുഴപ്പമില്ല, ഏത് അരി ആയാലും കുഴപ്പമില്ല. അരി ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബിരിയാണി റൈസാണ്, എന്ത് അരി ആയാലും പ്രശ്നമില്ല കേട്ടോ, അരി ആവണമെന്നേ ഉള്ളൂ. അത് കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു അര സ്പൂണോളൊക്കെ മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോരോ ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അടുത്തതായിട്ട് ചേർക്കുന്നത് ഡെറ്റോളാണ്. ഒരു അല്പം ഡെറ്റോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഡെറ്റോളിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ മതി. കുറേ വെള്ളം പോലെ ഒഴിക്കരുത്, കാരണം ഇത് അരിയിലോട്ട് പിടിക്കാവുന്ന തരത്തിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി ക്വാണ്ടിറ്റി വേണ്ടാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ചേർത്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ റിസൾട്ട് കിട്ടുള്ളൂ. അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പെരിഞ്ചീരകമാണ് കേട്ടോ. അപ്പോൾ പെരിഞ്ചീരകം പൊടിച്ചതാണ് വേണ്ടത്. അപ്പോൾ പെരിഞ്ചീരകം പൊടിച്ചത് നമ്മൾ നേരെ കുറച്ച് ക്വാണ്ടിറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരകമാണുള്ളെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടികലിലാണെങ്കിൽ ഇട്ട് ചതച്ചെടുക്കണം കേട്ടോ. ആ പെരിഞ്ചീരകത്തിൻ്റെ ഡെറ്റോളിൻ്റെയൊക്കെ കൂടി ഒരു സ്മെല്ല് അരിയിൽ പിടിക്കണം. അപ്പോൾ അരിയിലത്തോട്ട് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചിട്ടുണ്ട്. ഡെറ്റോളിലേക്ക് പെരിഞ്ചീരം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം വേണം, കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ, ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട മഞ്ഞൾപ്പൊടി. ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു മിക്സ് നന്നായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആവരുത്, നന്നായിട്ട് പെരണ്ടിരിക്കുന്ന ഒരു പരുവത്തിൽ, അല്ലെങ്കിൽ നന്നായിട്ട് ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഡെറ്റോൾ തീരെ ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് മതി. എന്നിട്ട് എവിടെയാണോ നമുക്ക് വീട്ടിൽ പല്ലി പാറ്റയുടെ ശല്യങ്ങളുള്ളതോ അല്ലെങ്കിൽ മോശമായ സ്മെല്ലൊക്കെ ഉള്ളതോ അവിടെ ഇതൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ലൊരു സ്മെല്ലും കിട്ടും, നമ്മുടെ വീടിനകത്തുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഇത് നമ്മുടെ കിച്ചണിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു മീൻ വറുത്തൊക്കെ കഴിയുമ്പോൾ കുറച്ച് മണം ഉണ്ടാവില്ലേ, ആ സമയത്തൊക്കെ അവിടെ എവിടെയെങ്കിലും സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ല്, ആ മീനിൻ്റെ ഒരു മീൻ മണയില്ലേ, അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നല്ലൊരു ഫ്രഷ് എയർ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഇതിലേക്ക് ഒരടപ്പ് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരൊറ്റ അടപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വിനാഗർ എടുക്കുക, പാത്രത്തിലേക്ക് നേരെ ഒഴിക്കുക. പിന്നെ നിങ്ങളെപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ നല്ല വിനെഗർ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വിനെഗറൊക്കെ മേടിക്കുന്ന അതൊന്നും ഇതിനെടുക്കണ്ട കേട്ടോ. നമ്മൾ ലോക്കലായിട്ട് മേടിക്കുന്ന കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന വിനെഗർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വിനെഗർ ഒരടപ്പ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ട സാധനം എന്ന് പറയുന്നത് കട്ടൻ ചായയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ തേയിലക്കാപ്പി,
തേയിലയുടെ കട്ടൻ ചായയാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിളപ്പിച്ചാറിയതായാലും കുഴപ്പമില്ല, ചെറിയ ചൂടുള്ളതായാലും കുഴപ്പമില്ല, വിനെഗറിലോട്ട് നേരെ ഇത് ഒഴിച്ചു കൊടുക്കുക. ഒരടപ്പ് വിനെഗർ മാത്രം മതി കേട്ടോ. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മുടെ പല്ലിപ്പാറ്റ് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അടുത്തതായിട്ട് ചേർക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ പെരിഞ്ജീരകമാണ്. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുതും, പൊടിച്ചത് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വിനെഗറും തേയിലക്കാപ്പിയും കൂടി ഉള്ളതിനകത്തോട്ട് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് 100% റിസൾട്ട് കിട്ടിയൊരു സംഭവം കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചില്ലി സോസാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ചില്ലി സോസാണ്. കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസ് ഇല്ലെങ്കിൽ 2 പച്ചമുളക് കീറി ഇതിനകത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി ഇതിനെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് തരിയൊക്കെ ഉള്ളതാണെങ്കിൽ അരിപ്പ് വെച്ച് അരിച്ചിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാനേ. ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് തളിച്ചു കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത് എവിടെയാണോ നമ്മുടെ ഇപ്പോൾ ടേബിളായാലും ഫ്ലോറായാലും എവിടെയെങ്കിലും ക്ലീൻ ചെയ്യണ സമയത്തൊന്ന് ചെയ്ത് കൊടുക്കാവേ. അടുത്ത ടിപ്പ് 4ാമത്തെ ടിപ്പാണ്. 4ാമത്തെ ടിപ്പിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ചൊരു 1/2 സ്പൂണോളം ഉപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ പൊടിയുപ്പോ കല്ലുപ്പോ എന്തായാലും കുഴപ്പമില്ല, എടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കേണ്ട സാധനം ഡെറ്റോളാണ്. അപ്പോൾ ഡെറ്റോൾ ഒരല്പം നമുക്ക് ഈ പൊടി ഉപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. അത് കുറച്ച് മതി കേട്ടോ, ഒത്തിരി ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ട. കാരണം കുറച്ച് മാത്രം മതിയല്ലോ. പൊടിയുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് അത് മെൽറ്റായി വരുമല്ലോ, നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരും. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, പൗഡറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പച്ചവെള്ളമാണ്. സാധാരണ പച്ചവെള്ളം മതി കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ഇനി തിളച്ച വെള്ളമായാലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പച്ചവെള്ളമാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് നമ്മൾ ചില ടിപ്പിൽ പറയാറുണ്ടല്ലോ ചൂടുവെള്ളം വേണം നിർബന്ധമായിട്ടും. ആ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു മിക്സ് അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു സാധനം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കിഡിലനായിട്ടുള്ള ടിപ്പായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് പൗഡറും നമ്മുടെ ഡെറ്റോളൊക്കെ കൂടി ഉപ്പൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ആ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ നേരം നിങ്ങൾ ഇളക്കി കൊടുക്കുക. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിഡിലിനായിട്ടുള്ള പല്ലിയൊക്കെ തുരത്തുന്ന അടിപൊളി ടിപ്പ് റെഡിയായിരിക്കുക. ഇതെന്ന് വെച്ചാൽ ലിക്വിഡായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ടിപ്സുകളൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്പുകളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.